നമസ്കാരം, മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പ്യൂട്ടർ, ടൈപ്പ് റൈറ്റർ എന്നീ ഭാഗങ്ങളിൽ നിന്നും എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബോൾഡ്, ഇറ്റാലിക്സ്, റെഗുലർ ഈസ് നോൺ ആസ്. ഇവയെ ഏത് പേരിലാണ് എന്താണ് അറിയപ്പെടുന്നത്? ഫോണ്ട് സ്റ്റൈൽ എന്നാണ് അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ്? ബോൾഡ്, ഇറ്റാലിക്സ്, റെഗുലറിനെയൊക്കെ ഫോണ്ട് സ്റ്റൈൽ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഫങ്ഷണൽ കീസ് ഇൻ എ കീബോർഡ്. ഒരു കീബോർഡിൽ എത്ര ഫങ്ഷണൽ കീസ് ഉണ്ട്? F1 മുതൽ F12 വരെ 12 ഫങ്ഷണൽ കീസ് ആണ് ഉള്ളത്. വാട്ട് ഈസ് മെൻ ബൈ OLE? OLE എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബഡിങ് എന്നാണ് OLEയുടെ ഫുൾ ഫോം. അടുത്ത ക്വസ്റ്റ്യൻ, മാസ്റ്റർ ഡോക്യുമെന്റ്സ് ആൻഡ് മെയിൻ ഡോക്യുമെന്റ്സ് ആർ റിലേറ്റഡ് ടു. എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? മാസ്റ്റർ ഡോക്യുമെന്റ്, ഡേറ്റാ സോഴ്സ്, മെയിൻ ഡോക്യുമെന്റ്സ് ഒക്കെ മേൽമർജുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു MS ഓഫീസ്. MS ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണ്? റൈറ്റർ ആണ്. റൈറ്റർ എന്ന് പറയുന്നത് ലിനക്സിലുള്ള വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻ ആണ്. MS ഓഫീസിൽ വരുന്നത് വേർഡ്, എക്സൽ, പവർ പോയിന്റ്, ആക്സസ് ഒക്കെയാണ്. ഡാഷ് ഈസ് യൂസ്ഡ് ഫോർ ടെക്സ്റ്റ് എഡിറ്റർ ഇൻ HTML പ്രോഗ്രാം. HTML ടെക്സ്റ്റ് എഡിറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഏതാണ്? നോട്ട് പാഡ് ആണ്. വാട്ട് ഈസ് ദ മാക്സിമം സ്കെയിൽ പെർസെൻറ്റേജ് അവൈലബിൾ ഇൻ സ്കെയിൽ ഡ്രോപ്പ് ഡൗൺ ബോക്സ്. മാക്സിമം സ്കെയിൽ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 500 ആണ്. ടു സേവ് എ വേർഡ് ഫയൽ, സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+S ആണ്. റൈറ്റ് 2 ടൈപ്സ് ഓഫ് പേജ് ഓറിയന്റേഷൻ. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ടെണ്ണം. ഏതൊക്കെയാണ്? പോർട്രേറ്റ് ആൻഡ് ലാൻഡ്സ്കേപ്പ്. WAN സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? വാൻ വയർലെസ് ഏരിയ നെറ്റ്വർക്ക്. ടു ഡിലീറ്റ് എ റോ, ഒരു റോ ഡിലീറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം നമ്മൾ? സെലക്ട് ദ റോ ആൻഡ് ചൂസ് ഡിലീറ്റ് ഓപ്ഷൻ. ഹെഡർ ഈസ് എന്താണ്? ഹെഡർ എല്ലാ പേജിന്റെയും ടോപ്പ് മാർജിനിൽ ഒരു ടെക്സ്റ്റ് വരാനാണ് നമ്മൾ ഹെഡർ യൂസ് ചെയ്യുന്നത്. എ സ്പെഷ്യൽ ടെക്സ്റ്റ് ദാറ്റ് ഈസ് പ്രിന്റഡ് അറ്റ് ദി ടോപ്പ് ഓഫ് എവരി പേജ്. അടുത്ത ഫോർട്രാൻ ഈസ്, ഫോർട്രാൻ്റെ ഫുൾ ഫോം എന്താണ്? ഫോർമുല ട്രാൻസ്ലേഷൻ. പ്രസ്സിംഗ് F8 കീ 3 ടൈംസ് സെലക്ട് എ സെന്റൻസ്. അടുത്ത ലൈക്ക് MS വേർഡ് എ സോഫ്റ്റ്വെയർ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ്. MS വേർഡ് പോലെ ലിനക്സിലുള്ളത് റൈറ്റർ. ഇനി ഷിഫ്റ്റ് പ്ലസ് ഹോം സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ബിഗിനിങ് ഓഫ് എ ലൈൻ, ഒരു ലൈനിന്റെ ബിഗിനിങ്ങിൽ പോവാനാണ് ഷിഫ്റ്റ് പ്ലസ് ഹോം. അടുത്ത എൻഡ് ഓഫ് ദ ലൈൻ ആണെങ്കിൽ Ctrl+End ആണ്. ബിഗിനിങ് ഓഫ് എ ഡോക്യുമെന്റ് ആണെങ്കിൽ Ctrl+Home ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത്, ഇൻ വേർഡ് ടോട്ടൽ നമ്പർ ഓഫ് അലൈൻമെന്റ്സ്. എത്ര അലൈൻമെന്റ്സ് ഉണ്ട്? 4 അലൈൻമെന്റ്സ് ആണുള്ളത്. വാട്ട് ഈസ് ദ മാക്സിമം ഫോണ്ട് സൈസ് വി ക്യാൻ അപ്ലൈ എനി ക്യാരക്ടർ? മാക്സിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് 1638 പോയിന്റ്സ് ആണ്. എ ക്യാരക്ടർ ദാറ്റ് ഈസ് റേസ്ഡ് ആൻഡ് സ്മോളർ എബോവ് ദ ബേസ് ലൈൻ ഈസ് നോൺ ആസ്. ഒരു ക്യാരക്ടർ നമ്മുടെ ബേസ് ലൈന് തൊട്ട് മുകളിലായിട്ട് വരുന്നതാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. ഡാഷ് ഈസ് നോട്ട് എ വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ്. വേർഡ് പ്രോസസ്സിംഗ് പാക്കേജ് അല്ലാത്തത് ഏതാണ്? MS ആക്സസ് ആണ്. ആക്സസ് എന്ന് പറയുന്നത് ഒരു ഡേറ്റാബേസ് ആപ്ലിക്കേഷൻ ആണ്. വേർഡും റൈറ്ററും നോട്ട് പാഡും എല്ലാം വേർഡ് പ്രോസസ്സിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. അടുത്ത ഷോർട്ട് കട്ട് കീ ഓഫ് പേസ്റ്റ്. പേസ്റ്റിന്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+V ആണ്. Ctrl+C കോപ്പി, Ctrl+P പ്രിന്റ്, Ctrl+A എന്ന് പറയുന്നത് സെലക്ട് ഓൾ. തെഷേഴ്സ് ടൂൾ ഇൻ MS വേർഡ് ഈസ് യൂസ്ഡ്. തെഷേഴ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിനോണിംസ് അല്ലെങ്കിൽ ഒരു വേർഡിന്റെ മീനിങ് ഒക്കെ ഫൈൻഡ് ചെയ്യാനാണ് തെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ഓഫ് എ വേർഡ് ഡോക്യുമെന്റ് ഈസ്. ഒരു വേർഡ് ഡോക്യുമെന്റിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? .doc അല്ലെങ്കിൽ .docx. 2007 DOCX ആണ്. ഫുൾ ഫോം ഓഫ് OMR. OMR എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. വാട്ട് ഹെൽപ്സ് ദ ക്യാരേജ് മൂവ് ടുവേർഡ്സ് ലെഫ്റ്റ്. ക്യാരേജിനെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണ്? മെയിൻ സ്പ്രിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഷിഫ്റ്റ് കീ, ഷിഫ്റ്റ് ലോക്ക് കീ, ബാക്ക് സ്പേസ് കീ, അൺടാബുലേറ്റർ കീ ഇവയൊക്കെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നോൺ ക്യാരക്ടർ കീസ് എന്നാണ് അറിയപ്പെടുന്നത്. Ctrl+W ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടർ ഫോർ. എന്തിനു വേണ്ടിയിട്ടാണ്? W ക്ലോസ് ചെയ്യാനാണ്. ഓപ്പൺ ചെയ്തിട്ടുള്ള ഫയൽസിനെ ക്ലോസ് ചെയ്യാനാണ് Ctrl+W കീ യൂസ് ചെയ്യുന്നത്.
ഫോർ സെലക്ടിങ് ഓൾ ഡേറ്റ പ്രിപ്പയർഡ് ദ ഷോർട്ട് കട്ട് മെത്തേഡ്. പ്രിപ്പയർ ചെയ്ത എല്ലാ ഡേറ്റാസിനെയും സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+A ആണ്. ക്യാരക്ടർ കീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ടൈപ്പ്റൈറ്റർ ഇൻ ഡാഷ് റോസ്. ടൈപ്പ്റൈറ്ററിൽ ക്യാരക്ടർ കീസ് എത്ര റോസിലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു? 4 റോസിൽ. വാട്ട് ആർ ദി ഗൈഡ് കീസ്? ഗൈഡ് കീസ് ഏതൊക്കെയാണ്? എയും സെമിക്കോളനുമാണ് ഗൈഡ് കീസ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വൈൽ പ്രസ്സിംഗ് ബാക്ക് സ്പേസ് ദ ക്യാരേജ് മൂവ് ടുവേർഡ്സ്. ബാക്ക് സ്പേസ് നമ്മൾ പ്രസ് ചെയ്താൽ ക്യാരേജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അടുത്ത, വൺ ക്യാരക്ടർ എലോൺ പ്രിന്റഡ് ഓൺ ദ പേപ്പർ ഈവൻ ദോ ദെയർ ഈസ് 2 ക്യാരക്ടേഴ്സ് ഫിക്സഡ് ഓൺ ദ ടൈപ്പ് ബാർ. എന്തുകൊണ്ടാണ്? ടൈപ്പ് ബാറിൽ 2 ക്യാരക്ടർ ഉണ്ടെങ്കിലും ഒരു സമയം ഒരെണ്ണം മാത്രമേ പേപ്പറിൽ വരൂ. എന്തുകൊണ്ടാണ്? സിലിണ്ടറിൻ്റെ റൗണ്ട് ഷേപ്പ് കൊണ്ട്, ഡ്യൂ ടു ദി റൗണ്ട് ഷേപ്പ് ഓഫ് സിലിണ്ടർ. ദ കീ F12 ഓപ്പൺസ്. F12 എന്ന് പറയുന്ന ഫംഗ്ഷൻ കീ നമ്മൾ പ്രസ് ചെയ്താൽ എന്താണ് ഓപ്പൺ ആവുന്നത്? സേവ് ആസ് ഡയലോഗ് ബോക്സ് ആണ് ഓപ്പൺ ആകുന്നത്. In Microsoft Word, if you accidentally modify some text and then decide to change it back to the original, which facility should you use? അതായത് നമ്മൾ എന്തെങ്കിലും അറിയാതെ ഒന്ന് ചെയ്തു പോയിട്ട് അത് തിരിച്ച് നമുക്ക് പോകണമെങ്കിൽ ഏത് യൂസ് ചെയ്യും? അൺഡു ആണ് യൂസ് ചെയ്യുന്നത്. Ctrl+Z ആണ് ഷോർട്ട് കട്ട് കീ. Which of the following option is not available in insert picture? ഗ്രാഫ് ആണ് ഇൻസേർട്ട് പിക്ചറിൽ ഇല്ലാത്തത്. വാട്ട് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് വേഡ് 2007 ഫയൽ? 2007ൻ്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .docx ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈൻ സ്പേസിംഗ് ഈസ് നോട്ട് വാലിഡ്? വാലിഡ് അല്ലാത്ത ലൈൻ സ്പേസിംഗ് ഏതാണ്? അറ്റ്മോസ്റ്റ് ആണ്. സിംഗിൾ 1.5 അറ്റ്ലീസ്റ്റ് ഒക്കെ അവൈലബിൾ ആണ്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഫോണ്ട് സൈസ് അവൈലബിൾ ഇൻ ദി ഫോണ്ട് സൈസ് ടൂൾ ഓൺ ഫോർമാറ്റിംഗ് ടൂൾ ബാർ? ഫോർമാറ്റിംഗ് ടൂൾ ബാറിൽ ഫോണ്ട് സൈസ് ടൂളിൽ അവൈലബിൾ ആയിട്ടുള്ള ലാർജസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 72 ആണ്. സ്മാളസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 8 ആണ്. ഇൻ MS Word, ഫോർ വാട്ട് ഡസ് റൂളർ ഹെൽപ്പ്? എന്തിനാണ് റൂളർ ഹെൽപ്പ് ചെയ്യുന്നത്? ടു സെറ്റ് ടാബ്, സെറ്റ് ഇൻഡൻറ്റ്, ചേഞ്ച് പേജ് മാർജിൻ, ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. MS Word automatically moves the text to the next line when it reaches the right edge of the screen is called. വേഡിൽ നമ്മൾ ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് റൈറ്റിൽ എത്തുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അടുത്ത ലൈനിൽ പോകും. ഇത് ഏത് ഫീച്ചറാണ്? റാപ്പ് ടെക്സ്റ്റ് ഫീച്ചറാണ്, അതായത് വേർഡ് റാപ്പ്. അടുത്തത്, വിച്ച് ഈസ് നോട്ട് എ ഡേറ്റ സോഴ്സ് കമ്പോണൻറ്റ്? ഡേറ്റ സോഴ്സ് കമ്പോണൻ്റ് അല്ലാത്തത് ഡേറ്റ റെക്കോർഡ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഓഫ് ദ മെർജ് പ്രോസസ്? ഫോർമാറ്റ് മെയിൻ ഡോക്യുമെൻ്റ് ആണ് മെർജ് പ്രോസസ്സിൻ്റെ ഇതിൽ ഉൾപ്പെടാത്തത്. പ്രിവ്യൂ ദ മെർജ് റിസൾട്ട് ഉണ്ട്, അപ്ഡേറ്റ് ലേബൽസ് ഉണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. അടുത്ത, യു ക്യാൻ മൂവ് ദ ഇൻസേർഷൻ പോയിന്റ് ഇൻ ദ ടേബിൾ വിത്ത്. ഇൻസേർഷൻ പോയിന്റ് നമുക്ക് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം? ടാബ് കീ യൂസ് ചെയ്യാം, ഷിഫ്റ്റ് ടാബ് യൂസ് ചെയ്യാം, അപ്പ് ആരോയും ഡൗൺ ആരോ കീസും യൂസ് ചെയ്യാം. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. വിച്ച് ഓപ്പറേഷൻ യു വിൽ പെർഫോം ഇഫ് യു നീഡ് ടു മൂവ് എ ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റ്? ഒരു ബ്ലോക്ക് ഓഫ് ടെക്സ്റ്റിനെ നമുക്ക് ഒരിടത്തു നിന്ന് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? കട്ട് ആൻഡ് പേസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൊണ്ടുവരാം. താങ്ക്